ഹലോ എവരിവൺ, ആപ്പിൾ ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചൊരു ഏരിയ ആണ്. പക്ഷെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളതും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ ഉൾച്ചേർക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അപ്പോൾ CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, CWSN എന്നുള്ളൊരു വാക്ക് നമ്മൾ നോട്ട് ചെയ്യണം. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പോൾ അത്തരം കുട്ടികൾ, അതായത് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യങ്ങൾ പല രീതിയിലായിരിക്കും അല്ലേ. നമുക്കറിയാം എല്ലാ സ്റ്റുഡൻസും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും ഓരോ സ്റ്റുഡൻസിനും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറീസിൽ വരുന്ന കുട്ടികളും കൂടെ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു CWSN അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ വരുന്ന കുട്ടികൾ ആരൊക്കെയായിരിക്കും? അത് ചിലപ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആവാം. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് പറയുമ്പോൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആവാം. അവർക്ക് സ്പെഷ്യൽ നീഡ്സ് ആണ് ആവശ്യം അല്ലേ. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് വരാം, അതുപോലെ സ്ലോ ലേണേഴ്സ് വരാം, അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരാം, അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ വരാം. അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ട്സിലുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള എല്ലാ കുട്ടികളും വരുന്നൊരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നിട്ട് അത്രയൊന്നും ആയിട്ടില്ല. നമുക്കറിയാം നമ്മുടെ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളായിരുന്നു. സ്പെഷ്യൽ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഈ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളായിരുന്നു സ്പെഷ്യൽ സ്കൂൾ. അപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നിട്ട് ആകെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, ദ ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. Inclusive education refers to the educational practice where students with diverse backgrounds and abilities learn together in the same environment. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന കുട്ടികൾ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചിരുന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറുന്ന രീതിയിൽ ഉള്ള ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കരിക്കുലം അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും സെയിം എൻവയോൺമെൻറ്റിൽ പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു. ആദ്യ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളായിരുന്നു. അപ്പോൾ ഏർലി 20th സെഞ്ച്വറി, അതായത് 20ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സെഗ്രിഗേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് വർ ഓഫൻ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ സ്പെഷ്യൽ സ്കൂൾ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ സ്കൂൾ കൊടുത്ത് അവിടെ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് സെഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സെഗ്രിഗേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 20th സെഞ്ച്വറി പകുതി ആയപ്പോഴത്തേക്കും ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അതായത് എല്ലാ സ്റ്റുഡൻസും നോർമൽ ആണ്, ആരും അബ്നോർമൽ അല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ അവിടെ വരികയാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് നോർമൽ സ്കൂളിൽ വരും, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നോർമൽ സ്കൂളിൽ വരും. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു റെഗുലർ ക്ലാസ് റൂമിൽ വരുമെങ്കിലും പാർട്ട് ഓഫ് ദ ഡേ മാത്രമേ അവിടെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ അവിടെ സ്പെഷ്യൽ ക്ലാസ് റൂം തന്നെ ആ റെഗുലർ സ്കൂളിൽ തന്നെ സ്പെഷ്യൽ ക്ലാസ് റൂം അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് ഇൻ്റഗ്രേഷൻ. നമുക്കറിയാം സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അപ്പോൾ നോർമൽ സ്കൂളിൽ തന്നെ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം ഉണ്ടാവും.
അപ്പം നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ കുറച്ച് ഇടപഴകിയതിന് ശേഷം അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് റൂമിൽ അവർക്ക് പോകേണ്ടി വരും. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവും, സ്പെഷ്യൽ കെയർ കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇൻ്റഗ്രേഷൻ. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴും അവർക്ക് എന്താ തോന്നുക, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ടാണ് പിന്നെ ഇൻക്ലൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം 1980s ആയപ്പോഴത്തേക്കും മെയിൻ സ്ട്രീമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അപ്പം മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് പ്ലേസ്ഡ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഫോർ പാർട്ട് ഓഫ് ദ ഡേ. ഏകദേശം ഇൻ്റഗ്രേഷൻ പോലെ തന്നെയാണ്. അതായത് ഒരു ദിവസത്തിൽ ഏകദേശം കുറച്ച് നേരം നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ അവർ എൻഗേജ്ഡ് ആവണം, അതിനുശേഷം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെ പോകുന്നു. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ മെയിൻ സ്ട്രീമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ പെർസെപ്ഷൻ, അപ്പോൾ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും പെർസെപ്ഷൻ മാറാൻ തുടങ്ങി. അതായത് എല്ലാവരും നോർമൽ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോർമൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പെർസെപ്ഷനിലോട്ട് വരികയാണ് ഈ 1980s ആയപ്പോഴത്തേക്കും. ഓക്കെ, 1990s നമ്മുടെ ഇൻക്ലൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. ഇൻക്ലൂഷൻ എംഫസൈസ് ഓൺ ഇൻക്ലൂഡിങ് ഓൾ സ്റ്റുഡൻസ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം വിത്ത് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട്. അതായത് പ്രോപ്പർ കെയർ അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം നോർമൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന അതേ രീതിയിൽ ക്ലാസ് എടുത്താൽ കുറച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അത്തരം ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അത്തരം ഫെസിലിറ്റീസ് അവിടെ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. സലാമംഗ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 1994, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സലാമംഗ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സലാമംഗ എന്നുള്ളത് സ്പെയിനിലൊരു സിറ്റിയാണ്. അവിടെ ഒരു കോൺഫറൻസിൽ വെച്ചിട്ടായിരുന്നു ഈ സലാമംഗ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ യുനെസ്കോ ഡിക്ലെയർ ചെയ്തു നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഹ്യൂമൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ളത് ഡിക്ലെയർ ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സലാമംഗ സ്റ്റേറ്റ്മെൻറ്റ്. ഇയർ നോട്ട് ചെയ്ത് വെക്കുക, 1994 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ഇപ്പോൾ യുനെസ്കോ ഡിക്ലെയർ ചെയ്തു നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം, നമ്മൾ സെഗ്രിഗേഷൻ പറഞ്ഞു, ഇൻ്റഗ്രേഷൻ പറഞ്ഞു, ഇൻക്ലൂഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് എക്സ്ക്ലൂഷൻ, നമ്മൾ ആദ്യം പറഞ്ഞു എക്സ്ക്ലൂഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ സ്കൂൾ അല്ലെങ്കിൽ ഒരു റെഗുലർ സ്കൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ബ്ലൂ ഡോട്ട്സ് ഒക്കെ നോർമൽ സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിന് വരുന്ന കുട്ടികൾ. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട സ്റ്റുഡൻസ് എല്ലാവരും അതിൽ വരും. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ്സിൽ വരുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ ഈവൻ വുമൺ ആവാം, ഗേൾസ് സ്റ്റുഡൻസ് ആവാം. അപ്പോൾ അത്തരം സ്റ്റുഡൻസ് ആണ് ഇവിടെ സ്പെഷ്യൽ നീഡ്സ്, ഞാൻ പറഞ്ഞല്ലോ CWS അല്ലേ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അത്തരം സ്റ്റുഡൻസ് ആണ് ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്ക്ലൂഷനിൽ കണ്ടോ, എക്സ്ക്ലൂഷനിൽ അവർക്ക് ഇവിടെ ഒന്നിനും ഒരു അവസരം കൊടുക്കുന്നില്ല, അതിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂൾ പോലും ഇല്ല. ഇത്തരം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ജസ്റ്റ് വീട്ടിൽ അച്ഛനമ്മയുടെ കൂടെ മാത്രം, അല്ലെങ്കിൽ അവർ പോലും തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടം അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് എക്സ്ക്ലൂഷനിൽ വരുന്നത്. അതായത് അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ റെഗുലർ സ്കൂളിൽ വരാനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എക്സ്ക്ലൂഷൻ. അപ്പോൾ എല്ലാവരും അതിൽ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തതാണ് സെഗ്രിഗേഷൻ. ഓക്കെ, സെഗ്രിഗേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ നോർമൽ അല്ലെങ്കിൽ റെഗുലർ സ്കൂളാണ്, അതിൽ നോർമൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, പക്ഷേ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്കൂൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ സ്പെഷ്യൽ സ്കൂളിലാണ് ഈ CWS എന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ പഠിക്കുന്നത്. അടുത്തതാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ എന്ന് പറയുമ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളിനെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു. അതായത് ഈ CWSL വരുന്ന ആൾക്കാരനെ ഈ ഒരു റെഗുലർ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഇൻ്റഗ്രേഷൻ. പക്ഷെ ഇവിടെ എന്താ, റെഗുലർ സ്കൂളാണെങ്കിലും അവർക്ക് ഡിഫറെൻറ്റ് ക്ലാസ് റൂംസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊണ്ടുള്ള ഒരു പഠനത്തെയാണ് ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ആ സ്പെഷ്യൽ ക്ലാസ് റൂംസ് എല്ലാം മാറ്റി
സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന രീതിയൊക്കെ മാറ്റി എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ കണ്ട് ഒരേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു 4 കോൺസെപ്റ്റും ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. അടുത്തതാണ് ലെജിസ്ലേഷൻ ആൻഡ് പോളിസീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, നമ്മുടെ ഇന്ത്യയിലുള്ള പോളിസീസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു പോളിസി തന്നിട്ട് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ പോളിസിൻ്റെ ഒരു ഇപ്പോൾ PWD, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ലെജിസ്ലേഷൻ ആൻഡ് പോളിസീസ് ഇൻ ഇന്ത്യ. The Person with Disabilities Act 1995 came into force on February 7, 1996. അപ്പോൾ PWD ആക്ട് ഒത്തിരി തവണ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. PWD ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ PWDൻ്റെ ഫുൾ ഫോം എന്താ? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ്. അത് PWD ആക്ട് 1995 എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് നിലവിൽ വന്നത് 1996 ഫെബ്രുവരി 7 ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009. നമുക്കറിയാം RTE ആക്ട് 2009. അപ്പോൾ എല്ലാവർക്കും 6 to 14 ഇയേഴ്സിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു ആക്ട് ആയിരുന്നു നമ്മുടെ RTE ആക്ട് 2009. അപ്പോൾ ആ ഒരു 2009 ആക്ട് അല്ലെങ്കിൽ RTE ആക്ടിൽ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് 6 to 14 ഇയേഴ്സിലുള്ള എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതെന്താ? ഇൻക്ലൂഷൻ തന്നെയാണ്. നോർമൽ സ്റ്റുഡൻസിന് മാത്രമല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് RTE ആക്ട് 2009. ഓക്കെ, നാഷണൽ പോളിസി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2006, അതും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ IEDC ആൻഡ് IEDSS. അപ്പോൾ ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ IEDS സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷെ 4ഉം ഏകദേശം നമുക്ക് നോക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കുക. IEDC എന്ന് പറയുമ്പോൾ ദ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, ദ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ്. 1974 വന്നത്. ഓക്കെ, IEDC വന്നത് 1974. അതുപോലെ ഏകദേശം 2009-2010 ആയ സമയത്ത് അതിൻ്റെ പേര് മാറി എന്തായി? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ്. ഓക്കെ, അപ്പോൾ IEDC എന്ന് പറയുമ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, ഇൻ്റഗ്രേഷനും ഇൻക്ലൂഷനും രണ്ടാണ് അല്ലേ. ഇൻ്റഗ്രേഷനിൽ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഷൻ്റെ അത്ര അവിടെ എന്ത് വരുന്നില്ല. ഇൻ്റഗ്രേഷനിൽ എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഒക്കെ കൊടുത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് 2009-2010 ആയപ്പോഴത്തേക്കും ആ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ മാറ്റിയിട്ട് എന്താക്കി? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയയാണ്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടുഗദർനെസ് നമ്മൾ പറഞ്ഞു, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, റിജക്ഷൻ ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂം. സ്പെഷ്യൽ ക്ലാസ് റൂം റിജക്റ്റ് ചെയ്തു. ഇൻ്റഗ്രേഷനിൽ സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ.
ഓക്കെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫുൾ ഇൻക്ലൂഷൻ, അടുത്തത് പാർഷ്യൽ ഇൻക്ലൂഷൻ, അതുപോലെ അടുത്തതാണ് റിവേഴ്സ് ഇൻക്ലൂഷൻ. അപ്പോൾ ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ അതേ ഡെഫിനിഷനാണ് ഫുൾ ഇൻക്ലൂഷനിൽ വരുന്നത്. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിന് വരുന്ന എല്ലാ കുട്ടികളും ഫുൾ ടൈം നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ നോർമൽ ക്ലാസ് റൂംസിൽ ഇരുന്ന് പഠിക്കുന്ന രീതിയാണ് ഫുൾ ഇൻക്ലൂഷൻ. പക്ഷെ പാർഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ അതേ കോൺസെപ്റ്റ് ആണ്. അതായത് നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ അവർ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ഡേയിൽ തന്നെ കുറച്ച് നേരം അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിലും ബാക്കി സമയം എന്താ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് റൂംസിലായിരിക്കും. അതാണ് പാർഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, അടുത്തതാണ് റിവേഴ്സ് ഇൻക്ലൂഷൻ. അപ്പോൾ റിവേഴ്സ് ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് അല്ലേ, അതായത് നോർമൽ സ്റ്റുഡൻസ് സ്പെഷ്യൽ സ്കൂളിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതുപോലെ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ നീഡ്സ് എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്, അവരുമായിട്ട് എൻഗേജ്ഡ് ആവുന്ന രീതിയാണ് റിവേഴ്സ് ഇൻക്ലൂഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഷൻ 3 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഫുൾ ഇൻക്ലൂഷൻ, പാർഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് റിവേഴ്സ് ഇൻക്ലൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു ഏരിയയിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 മേർജ്ഡ് സൈക്കിൾ ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് 1 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലേ, ആ പ്രിൻസിപ്പിൾസിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ, അപ്രിസിയേഷൻ ഓഫ് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി, സീറോ റിജക്ഷൻ ആൻഡ് പ്രൊഫഷണൽ കൊളാബറേഷൻ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓൺലി, സി ആൻഡ് ഡി, ബി ആൻഡ് ഡി ഓൺലി ആൻഡ് ബി ഓൺലി എന്ന് പറയുന്ന 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തരുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ. എ മാത്രമാണോ, അത് 2 കാര്യങ്ങളുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ ആണല്ലേ, നമുക്കറിയാം. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരുന്നു. എന്താ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുമോ? ഇല്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അത് നമുക്കറിയാം. അടുത്തത് അപ്രിസിയേഷൻ ഓഫ് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി. അവിടെ സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ആൻസറാണ്. മീൻസ് അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ്. ഇവിടെ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് സീറോ റിജക്ഷൻ. സീറോ റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരെയും റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ്. അതുപോലെ പ്രൊഫഷണൽ കൊളാബറേഷൻ. നമ്മൾ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിളായിട്ട് വരാത്തത് ഏതാ? സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. അപ്പോൾ ഇവിടെ എ ഓൺലി എന്ന് പറയുന്ന ആൻസർ ഏതാ? ആൻസർ 1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താ? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നുള്ളതായിരുന്നു. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതായിരുന്നു? സെഗ്രിഗേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതേ ഷിഫ്റ്റിൽ തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഒരു എക്സാമിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സെയിം ഏരിയയിൽ നിന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ആ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ മീനിങ് ആണ് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോർമൽ എഡ്യൂക്കേഷൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ 4 എഡ്യൂക്കേഷനും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മീനിങ് ഓഫ് ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ, were the disabled children are taught in the separate institution? Second one, were the children with the special needs are taught along with the normal one? Were the children without any special needs are taught? And the fourth one is, were disabled children are taught in the same class with the special care? Okay. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. അത് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ ഒരെണ്ണം നമുക്ക് അറിയുമെങ്കിൽ അത് ആദ്യം നോക്കുക, എന്നിട്ട് ഓപ്ഷനിൽ അത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. മീൻസ് നമുക്ക് ഷുവർ ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം നോക്കുന്നു, എന്നിട്ട് അതിനുശേഷം അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുന്നു. ചിലപ്പോൾ അത് ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണത്തിൽ മാത്രമേ അതുള്ളതെങ്കിൽ നമുക്ക് ബാക്കി ചെക്ക് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? വെർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ടോട്ട് ഇൻ ദ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസേബിൾഡ് ചിൽഡ്രൻ പഠിക്കുന്നു. അപ്പോൾ അതെന്താ? സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ബി. അപ്പോൾ ഇവിടെ ബിയിൽ വരുന്ന നമ്മൾ പറഞ്ഞു ബി ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ 2ലാണ്. അവിടെ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ബി ഈസ് റിലേറ്റഡ് ടു 3 എന്നാണ്, തേർഡ് വൺ ബി ഈസ് റിലേറ്റഡ് ടു 2 എന്നാണ്, ഫോർത്ത് വൺ ബി ഈസ് റിലേറ്റഡ് ടു 4 എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2ലാണ് ബി ഈസ് റിലേറ്റഡ് ടു 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് വെർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് എലോങ് വിത്ത് നോർമൽ വൺ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് എലോങ് വിത്ത് നോർമൽ വൺ. അപ്പം നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നു. അപ്പോൾ അതേതാ? നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് വെർ ദ ചിൽഡ്രൻ വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട്. ഓക്കെ, വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഒന്നും ഇല്ലാത്തവർ, മീൻസ് അത് ആവശ്യമില്ലാത്തവർ എന്ന് പറയുമ്പോൾ അത് ഏതാ? നോർമൽ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഡി ഈസ് റിലേറ്റഡ് ടു 3. ആൻഡ് ഫോർത്ത് വൺ ഈസ് വെർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ടോട്ട് ഇൻ ദ സെയിം ക്ലാസ് വിത്ത് സ്പെഷ്യൽ കെയർ. അപ്പോൾ സെയിം ക്ലാസ്സിൽ തന്നെ സ്പെഷ്യൽ കെയർ കൊടുത്ത് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതേതാ? നമ്മുടെ ആ പിക്ചർ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഒരു സർക്കിളിൽ തന്നെ 2 എണ്ണം, മീൻസ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സർക്കിൾ വരുന്ന കാര്യമായിരുന്നു. അതെന്താണ്? ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ബി 1 ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 2. ഇനി ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വേറിങ്. ഇപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ആകെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയയും തന്നെ കണ്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വേറിങ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, സ്റ്റുഡൻസ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ വിത്ത് എ സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻ ഇൻ ദ കരിക്കുലം. Option B, teaching is suitably adapted to meet the learning needs of all. And option C, students with and without disability learn together. Option D, urban deprived are provided education. And option E, students affected with HIV or AIDS are not allowed for admission. അപ്പോൾ ഈ ഇത്രയും ഓപ്ഷൻസിൽ ഏതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ, സ്റ്റുഡൻസ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് SC ST ആർ പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ വിത്ത് സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻ ഇൻ ദ കരിക്കുലം. അതാണോ? അതായത് കരിക്കുലം ഒക്കെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് SC ST സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. തെറ്റല്ലേ? കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ SC ST സ്റ്റുഡൻസിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പഠന രീതിയല്ല നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അപ്പോൾ അത് തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അടുത്തത്, ടീച്ചിങ് ഈസ് സ്യൂട്ടബ്ലി അഡാപ്റ്റഡ് ടു മീറ്റ് ദ ലേണിംഗ് നീഡ്സ് ഓഫ് ഓൾ. നമ്മൾ പറഞ്ഞു എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിൽ എന്തായാലും ഒരു മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. പണ്ടത്തെ രീതിയിൽ നോർമൽ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അത്തരം കുട്ടികൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് എന്ത് ചെയ്യണം? കുറച്ച് മാറ്റം വരുത്തണം അല്ലേ? അപ്പോൾ അതാണ് സെക്കൻഡ് വൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതെന്താ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശരിയാണ്. അടുത്തത് സി, സ്റ്റുഡൻസ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഡിസബിലിറ്റീസ് ലേൺ ടുഗദർ. അതായത് വിത്ത് ആൻഡ് വിത്തൗട്ട് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റുഡൻസും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഒരുമിച്ച് പഠിക്കുന്ന രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അത് കറക്റ്റ് അല്ലേ? ഓക്കെ. അടുത്തത്, ഏർബൺ ഡിപ്രൈവ്ഡ് ആർ പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ. ഏർബൺ ഡിപ്രൈവ്ഡ് എന്ന് പറയുമ്പോൾ ഏർബൺ ഏരിയാസിൽ തന്നെ പോവർട്ടി അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ പല രീതിയിൽ ബാക്ക്വേർഡ്സിൽ നിൽക്കുന്നവരെയാണ് ഏർബൺ ഡിപ്രൈവ്ഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലേ? നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ശരിയാണ്. അടുത്തത്, സ്റ്റുഡൻസ് അഫക്റ്റഡ് വിത്ത് HIV ഓർ AIDS ആർ നോട്ട് അലൗഡ് ഫോർ അഡ്മിഷൻ എന്നാണ് പറയുന്നത്. അതായത് HIV അല്ലെങ്കിൽ AIDS ബാധിച്ച കുട്ടികളെ അഡ്മിഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിയാണോ?
അല്ല അല്ലേ? കാരണം നമ്മളറിയാം നമ്മളിവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ക്വസ്റ്റ്യൻസിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് വരാം. ഓരോരുത്തരെ മാറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് വന്നാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. എല്ലാവരെയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഏതൊക്കെയായിരുന്നു ശരിയെന്ന് പറഞ്ഞത്? ബി ശരിയാണെന്ന് പറഞ്ഞു, അതുപോലെ സി ശരിയാണെന്ന് പറഞ്ഞു, ഡിയും ശരിയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ബി സി ഡി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ബി സി ഡി ആൻസർ 3 ആണ്. ഓക്കെ, ഇനി ജൂൺ 2023 തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് സ്റ്റാർട്ടിംഗ് ഫ്രം മോസ്റ്റ് റെസ്ട്രിക്റ്റഡ് ടു ദ ലീസ്റ്റ് റെസ്ട്രിക്റ്റഡ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ ഉള്ള സ്കൂളിൽ നിന്നും ലീസ്റ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്കൂൾസിലോട്ട് അറേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ hospital schools, option B residential school for a specific disability, option C integrated school, option D inclusive school and option E inclusive schools with the resource room facilities. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഹോസ്പിറ്റൽ സ്കൂൾസ് ആണ്. അപ്പം എന്താ ഹോസ്പിറ്റൽ സ്കൂൾസ്? ഹോസ്പിറ്റൽ സ്കൂൾസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഹോസ്പിറ്റൽ സ്കൂൾസ്. അടുത്തത് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ എ സ്പെസിഫിക് ഡിസബിലിറ്റി. നമുക്കറിയാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് നടത്തുന്ന സ്കൂളിനെയാണ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻക്ലൂസീവ് സ്കൂളും നമുക്കറിയാം. ഇൻക്ലൂസീവ് സ്കൂൾസ് വിത്ത് റിസോഴ്സ് റൂം ഫെസിലിറ്റീസ്, അത് കുറച്ചുകൂടെ മോഡിഫൈഡ് ഫോം ഓഫ് ദ ഇൻക്ലൂസീവ് സ്കൂളാണ് അല്ലേ. ഇൻക്ലൂസീവ് സ്കൂൾ വിത്ത് റിസോഴ്സ് റൂം ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് നടത്തുന്ന സ്കൂളിനെയാണ് ഇൻക്ലൂസീവ് സ്കൂൾ വിത്ത് റിസോഴ്സ് റൂം ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മോസ്റ്റ് റെസ്ട്രിക്റ്റഡ് സ്കൂൾ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ സ്കൂൾസ് ആയിരിക്കും. കാരണം അവർക്ക് അവിടെ ലോങ് ടേം ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വിചാരിച്ച പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കും. അവർക്ക് അവിടെ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പം അതാണ് ഹോസ്പിറ്റൽ സ്കൂൾസ് ആയിരിക്കും ഇവിടെ ആദ്യം വരുന്ന കാര്യം. അടുത്തത് എന്താ? റെസിഡൻഷ്യൽ സ്കൂളുണ്ട്, അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്തായാലും ഏറ്റവും അവസാനം വരുന്നൊരു കാര്യമാണ്. അവിടെ കുറച്ചുകൂടെ കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട്, അത്ര റെസ്ട്രിക്റ്റഡ് അല്ല. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ആണോ വരിക, അതുപോലെ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ എ സ്പെസിഫിക് ഡിസബിലിറ്റി ആണോ വരിക? നമുക്കറിയാം റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ വരുന്നത് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ എ സ്പെസിഫിക് ഡിസബിലിറ്റി ആയിരിക്കും. അടുത്തത് വരുന്നത് ഏതായിരിക്കും? ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ തന്നെയായിരിക്കും. പിന്നെ ഇൻക്ലൂസീവ് സ്കൂൾ ആയിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇൻക്ലൂസീവ് സ്കൂൾ വിത്ത് റിസോഴ്സ് റൂം ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടാണ് ഇവർ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ചിലപ്പോൾ ഇനി ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി സി ഡി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. എ ബി സി ഡി ഇ, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ ഈസ് ആൻസർ 2. ഓക്കെ, അപ്പോൾ ഇതും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അടുത്തത് ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 മേർജർ സൈക്കിളിൽ ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ എ ക്ലാസ് റൂം? ഓക്കെ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ എ ക്ലാസ് റൂം? അതായത് ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ്, ഐഡന്റിഫൈ CWS ഇൻ ദ ക്ലാസ്. നമ്മൾ പറഞ്ഞു CWS എന്ന് പറയുമ്പോൾ എന്താ? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, അത് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിരിക്കാം, ബാക്ക്വേർഡ് ചിൽഡ്രൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ലോ ലേണർ ആയിരിക്കാം. അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള എല്ലാ കുട്ടികളും ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് CWSN, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് ബൈ അഡാപ്റ്റിംഗ് ദ മെത്തേഡ് ആൻഡ് അപ്രോച്ച്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു ക്ലാസ് റൂമിൽ ഓർഗനൈസ് ചെയ്യാന്നാണ്. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്തായിരിക്കും?
ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് ഫസ്റ്റ് വൺ ഏതാ വരിക, സെക്കൻഡ് വൺ ഏതാ വരിക, ഏകദേശം അങ്ങനെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഓപ്ഷൻ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടോ BAEDC, CABD ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം നമ്മൾ നോക്കുന്നു. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം ആദ്യം നോക്കുകയാണ്. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ് എന്നാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഫസ്റ്റ് തന്നെ ഒരു കുട്ടിയെ അസസ് ചെയ്യുമോ അതോ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് ഒരു കാര്യം നടത്തിയതിന് ശേഷമാണോ കുട്ടിയെ അസസ് ചെയ്യുക? അതിന് ശേഷമാണല്ലേ ഒരു പ്ലാൻ ചെയ്ത് ഇപ്പോൾ ടീച്ചിങ് മെത്തേഡൊക്കെ മാറ്റി പുതിയ രീതിയിൽ ടീച്ചിങ് സ്റ്റൈൽസ് ഒക്കെ കൊണ്ടുവന്ന് പുതിയ രീതിയിൽ ക്ലാസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. അപ്പോൾ ഇത് എന്തായാലും ഫസ്റ്റ് വൺ ആയിട്ട് വരില്ല. അടുത്ത കാര്യം ഐഡന്റിഫൈ CWSN ഇൻ ദ ക്ലാസ് എന്നാണ്. ഓക്കെ, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതല്ലേ ആദ്യമായിട്ട് വരിക. അതായത് നമ്മൾ ക്ലാസ്സിൽ ചെന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഇത്തരം കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതൊരു ടീച്ചറുടെ ഉത്തരവാദിത്വമാണല്ലേ, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരിക. ഐഡന്റിഫൈ CWSN ഇൻ ദ ക്ലാസ്, അതായിരിക്കും ഫസ്റ്റ് വൺ. അടുത്തത് സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് CWSN. അപ്പോൾ CWSN നമ്മൾ കണ്ടുപിടിച്ചു, അതിനുശേഷം അവരുടെ പ്രോബ്ലം എന്താണ്? പലതരത്തിലുള്ള പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ ആ കുട്ടി ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്തത് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് ബൈ അഡാപ്റ്റിംഗ് ദ മെത്തേഡ് ആൻഡ് അപ്രോച്ച്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം ടീച്ചർ മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് വേണ്ട ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈല് ടീച്ചർ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടായിരിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കില്ല അടുത്ത കുട്ടിക്ക് കൊടുക്കേണ്ടത്. എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ടീച്ചറെ പഠിപ്പിക്കാനായിട്ട്. അപ്പം ഇവിടെ ഒരു കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മെത്തേഡ്സ് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് കൊണ്ടുവരുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്ലാൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് ബൈ അഡാപ്റ്റിംഗ് ദ മെത്തേഡ് ആൻഡ് അപ്രോച്ച്. അടുത്തത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ലേ നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക, ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ് എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും അവസാനം വരുന്ന സ്റ്റെപ്പാണ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓപ്ഷൻ നോക്കാം. ഇവിടെ ഏതാ പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് വരുന്ന കാര്യം B ആണ് അല്ലേ. അപ്പോൾ BCDAE എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, BCDAE. that is option 3 ആണ്. So the correct answer is answer 3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ള ആ ഒരു ഏരിയയും തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ഒരു ചെറിയ ഏരിയയും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്കതിൽ വന്നിട്ടുണ്ട്. അതിന് ഡിസബിലിറ്റീസ് ഉണ്ട്, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.